ഹായ്, നിങ്ങളിൽ പലർക്കും അറിഞ്ഞുകാണായിരിക്കും ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. യെസ്, ഹാപ്പി ബർത്ത്ഡേ ടു മീ. ബർത്ത്ഡേനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് വേറെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട്. നമ്മൾക്കൊരു ദിവസം ബാക്കിലേക്ക് പോയാലോ? മേഘുവിൻ്റെ ബ്രദർ നിഖിൽ, അവൻ UK പോവുകയാണ്. വളരെ പെട്ടെന്നെടുത്തൊരു ഡിസിഷൻ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും അവൻ പോണതിൽ ഭയങ്കര സങ്കടമുണ്ട്. വീട്ടിൽ നിന്ന് എയർപോർട്ടിലേക്ക് ഇറങ്ങുമ്പോൾ നല്ല ഇടിവെട്ടലുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ കുറച്ച് നേരത്തെ തന്നെ എയർപോർട്ടിൽ എത്തിയിട്ടാ, അതുകൊണ്ട് ചെക്ക് ഇൻ ചെയ്യാൻ നിന്നില്ല. നേരെ മറിച്ച് എയർപോർട്ടിൻ്റെ പുറകുവശത്ത് നിന്നിട്ട് ടേക്ക് ഓഫ് എടുത്ത് കണ്ടുകൊണ്ട് നിന്നു. അകത്തേക്ക് കയറാൻ സമയമായി. എന്ന് പറഞ്ഞിട്ട് അവൻ നീങ്ങി. മേഘുനാണെങ്കിൽ സങ്കടം കൂടെ തുളുമ്പി വരിക. ആൾക്കാരുടെ മുമ്പിൽ കരയണ്ടല്ലോ എന്ന് വെച്ചിട്ട് വീട്ടിലെത്തിയിട്ട് ഒറ്റ പൊട്ടലാ. ഇനിയാണ് സംഭവം. ആ കരച്ചിൽ ഒത്തിരി നേരമൊന്നും നീണ്ടില്ല. എന്നെ വേഗം എണീപ്പിച്ചിട്ട് ലുലുവിലെ കാഷ്വലിലേക്ക് കൊണ്ടുപോയി. എൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് ഞാൻ കുറേ കാലമായിട്ട് നോക്കി വെച്ചാണ്. ദേ ഈ G566 എന്നുള്ള മോഡല്. അത് അവളങ്ങോട്ട് മേടിച്ച് തന്നത്. വാച്ച് മേടിച്ച് എന്നിട്ട് അവിടെ നിന്ന് നേരെ ഫുഡ് കോർട്ടിൽ ചെന്നിട്ട് ഐസ്ക്രീമും കഴിച്ചു. എന്നിട്ട് അവിടെ നേരെ നാട്ടിലേക്ക് തിരിച്ചു. ഇനിയാണ് അടുത്ത ട്വിസ്റ്റ് കിട്ടുക. എന്താണെന്നറിയോ? പാലക്കാട് താഴെയപ്പോൾ അവിടുത്തെ ലുലുവിനെ എന്നെ കയറ്റിപ്പിച്ചു. ഒരൈഡിയയിലാട്ടോ ഇവിടെ എന്നെ എങ്ങോട്ടാണ് കൊണ്ടുപോകണമെന്നുള്ളത്. ദാണ്ട്ര ലുലു കണക്കിലേക്ക് പോണ്. അതന്നെ iPhone 16 Pro. വേണ്ടായിരുന്നു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കളർ തന്നെയാട്ടോ ഇത്, ഡെസേർട്ട് ടൈറ്റാനിയം. ഞാൻ കൃതജ്ഞനായി. വെൽക്കം ടു ഡേ 1 മൈ ബർത്ത്ഡേ. ഇന്നലത്തെ രാത്രിത്തെ മഴയിൽ നനഞ്ഞു കുതിർന്ന് കിടക്കുന്ന റോഡിലൂടെ ഞങ്ങൾ ഓരോ തഗ് അടിച്ചുകൊണ്ട് വണ്ടി വിട്ടു. ബർത്ത്ഡേ വിഷ് ചോദിക്കാൻ വിട്ടുപോയി. എല്ലാരും വിഷ് ചെയ്യണം, കമന്റ് ചെയ്യണം. എന്റെ ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ എന്ന് കമന്റ് ചെയ്യണം. 10 പേർക്ക് ഷെയർ ചെയ്യണം. സ്റ്റോറി ഇടണം, സ്റ്റാറ്റസ് ഇടണം, എന്നെ ടാഗ് ചെയ്യണം. എനിക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിന്റെ ബർത്ത്ഡേക്ക് ഞാൻ സ്റ്റാറ്റസ് ഇട്ടായിരുന്നു. ഓക്കെ. അപ്പൊ ഇന്ന് ബർത്ത്ഡേ ആയിട്ട് ചുമ്മാ വീട്ടിലിരിക്കണ്ടെന്ന് വെച്ചു. എന്തായാലും ഒരു ദിവസം വെറുതെ വീട്ടിലിരുന്ന് വേസ്റ്റ് ആക്കി കളയണ്ടല്ലോ. പോരത്തേന് വീക്കെൻഡും കൂടിയാണ്. അപ്പം ചുമ്മാ ഒരു ചെറിയൊരു റിസോർട്ട് ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. വയനാടാണ്. അപ്പം വയനാട് പോയിക്കൊണ്ടിരിക്കുന്ന പാതയിലാണ്, വയനാടിന്റെ പാതയിലാണ്. അപ്പം അവിടെ എത്തിയിട്ട് ഒരു പരിപാടിയിലായിട്ടോ. എവിടെയും ചുറ്റിക്കറങ്ങിയ വലിയ എക്സ്പെക്ടേഷൻ ഹൈപ്പൊന്നും വേണ്ട. വെറുതെ ഒരിടത്ത് തന്നെ ഇരുന്നിട്ട് ചുമ്മാ ഇരിക്കുന്നു, തിരിച്ചു പോരുന്നു. വീട്ടിലിരിക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഒരു റൂം എടുത്ത് അവിടെ പോയിരിക്കുന്നു. അത്രയുണ്ട്. നാട്ടിൽ നിന്ന് വയനാട്ടിലേക്കുള്ള റോഡ് പണിയൊക്കെ കഴിഞ്ഞ് വളരെ മെച്ചപ്പെട്ട റോഡായി മാറിയിരിക്കുന്നു. കുറച്ചു കാലം മുമ്പ് വരെ ഇങ്ങനെയേ അല്ലായിരുന്നു കേട്ടോ. ഈ പോക്കിൽ ഒരു ഭാഗത്ത് പോലും മോശം റോഡ് അനുഭവപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഫുള്ള് പാട്ടും പാടി ചില്ലായിക്കൊണ്ട് വണ്ടി ഓടിച്ചു. ചുരം കയറി നമ്മുടെ ലക്കിടി വ്യൂ പോയിന്റ് എത്തിയിട്ടാ. ആൻഡ് ബൈ ദ ബൈ, ഇതാണ് മേഘു പിടിച്ചെന്ന വാച്ച്. കൊള്ളാല്ലേ, എനിക്കും ഇഷ്ടമായി. വ്യൂ പോയിന്റ് പഴയ പോലെ തന്നെയാണ് കേട്ടോ. നല്ല രസമുണ്ട് ഇവിടെ നിൽക്കാൻ. പക്ഷേ ഉണ്ടല്ലോ, ഇത് കാണാൻ വരുന്ന ഒരു വേസ്റ്റ് ഇട്ട് തള്ളിയിരിക്കുകയാണ് ഇവിടെ. വേസ്റ്റ് പിന്നെ ഉണ്ടായിട്ട് പോലും ഇതാണ് അവസ്ഥ. എനിക്കിങ്ങനെയൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇറിറ്റേഷൻ ആവും കേട്ടോ. അതുകൊണ്ട് തന്നെ കൂടുതൽ നേരം അവിടെ നിൽക്കാൻ തന്നെ തോന്നിയില്ല. വേഗം വണ്ടി എടുത്ത് സ്ഥലം വിട്ടു. വെൽക്കം ടു വയനാട്. താങ്ക് യു. പോകുന്ന വഴിക്ക് ചാമ്പക്ക കണ്ടപ്പോൾ അവൾക്ക് അതൊന്ന് കഴിക്കാൻ മോഹം. അതും മേടിച്ച് വഴിയിൽ നിന്ന് ഉടനീളം കഴിച്ചോണ്ടാ പോയത്. ഞാനതൊരു 2-3 വർഷമായി സാധനം കഴിച്ചിട്ട് കിട്ടാനുണ്ടായിരുന്നില്ല. അടുത്ത കവലയിലെ സ്റ്റാർബക്സിൽ നിന്ന് ഒരു കോഫിയും കുടിച്ച് വീണ്ടും യാത്ര തുടർന്നു. റിസോർട്ട് എത്തുന്നതിൻ്റെ തൊട്ട് മുമ്പ് നമ്മുടെ കുറച്ച് ഫോളോവേഴ്സ് പിള്ളേരെ കണ്ടുകിട്ടാ. ഈ വീഡിയോ കാണുമ്പോൾ അവർ ഭയങ്കര ഹാപ്പി ആവും. അവിടെ നിന്ന് അടുത്ത വളവ് തിരിഞ്ഞിട്ട് ചെറിയൊരു വഴിയിലൂടെ പോയതും നമ്മുടെ റിസോർട്ട് എത്തി. റിസോർട്ടിൽ നമ്മുടെ റൂമിലേക്കുള്ള വഴിയൊക്കെ കാണാൻ നല്ല രസമുണ്ടല്ലേ. ഇത് നോക്ക്, ഏതാ മൂഡ്. ഇതൊക്കെ സിനിമയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. ബാഗൊക്കെ റൂമിൽ വെച്ചിട്ട് പുറത്തിലെ ബെഞ്ചിൽ ഇച്ചിരി നേരം ഇരുന്നു. ഹായ്. അപ്പോൾ നമ്മളിവിടെ വന്നിട്ട് കുറച്ച് നേരമായി. അടിപൊളി വ്യൂ ആയിട്ടാണ് ഇതാണ് നമ്മൾ ഇരിക്കുന്ന സ്പേസ്. ആൻഡ് ഇവിടെ നിന്ന് നേരെ നോക്കിയത് ഇങ്ങനെ കാണാം. അടിപൊളിയായിട്ടില്ലേ. ഇവിടെ ഫിഷിങ്ങിനൊക്കെ ആൾക്കാർ പോകുന്നുണ്ട് കേട്ടോ. അടിപൊളിയായിട്ട് നല്ല രസമുണ്ട് കാണാനൊക്കെ. വൈകുന്നേരമായി. കാരപ്പുഴ ഡാം, കുരുപ്പിൻ്റെ മേലെ, അതിൻ്റെ സൗണ്ടാണ്. നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഭാഗത്ത് മാത്രമല്ല കേട്ടോ, ഈ പ്രോപ്പർട്ടിയുടെ മിക്ക എല്ലാ സ്ഥലത്തും നല്ല വ്യൂ ആണ്. ക്യാമറയും ട്രൈപോഡും എടുത്തിട്ട് ഇവിടെ മുഴുവൻ അങ്ങോട്ട് ചുറ്റിക്കറങ്ങി കുറേ നല്ല ഫോട്ടോസ് എടുത്തു. ഇതൊക്കെയാണ് നമ്മുടെ സ്റ്റേൻ്റെ സൈഡിൽ നിന്ന് ഇപ്പോൾ എടുത്ത ഫോട്ടോസ്. നല്ല അടിപൊളിയായിട്ടില്ലേ, എനിക്കും ഇഷ്ടമായി. ദാണ്ട്ര അവിടെ ആനയൊക്കെ ഉണ്ട്. ഇവിടുത്തെ വ്യൂ ഒക്കെ ഒരു രക്ഷയില്ല കേട്ടോ. ഫുള്ള് ചുറ്റിക്കറങ്ങി നടക്കുമ്പോഴാണ് ഈ ബാസ്കറ്റ് ബോൾ കോർട്ട് കണ്ടത്. നമുക്ക് പിന്നെ ക്രിക്കറ്റൊക്കെ കളിക്കാൻ അറിയണ ഒരു ടച്ചിൽ ബാസ്കറ്റ് ബോളിനെ എടുത്തിട്ട് ബാസ്ക്കറ്റിലേക്ക് ഇടാൻ നോക്കിയതാണ്. അത് എത്ര ഇട്ടിട്ടും കറക്റ്റ് അതിനകത്ത് പോകുന്നേയില്ല. സംഭവം വിചാരിക്കണ പോലെ എളുപ്പമല്ല, സംഭവം പോവില്ല.
അവൾ കുറേ നേരം നോക്കിയെന്ന് എന്നെ കളിയാക്കുന്നത് കണ്ടപ്പോൾ ഞാൻ അവളുടെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് എറിഞ്ഞ് കാണിക്കാൻ പറഞ്ഞു. അവൾ സിമ്പിളായിട്ട് ഇടുന്നുണ്ട്. എന്താ ഇപ്പം ഇതിൻ്റെ കുട്ടൻസ്. തോറ്റാലും ഞാൻ തോൽവി സമ്മതിക്കാതെ അവിടെ നേരെ ഒരു കോഫി കുടിക്കാൻ പോയി. കോഫി കുടിയൊക്കെ കഴിഞ്ഞിട്ട് നേരെ റൂമിക്കും. നേരെ ഇരുണ്ട് വരാൻ തുടങ്ങിയിട്ട് ഒരു മഴയ്ക്കുള്ള സാധ്യത കണ്ട് പറഞ്ഞ് തീർന്നില്ല, അദ്ദേഹം മഴ പെയ്യാൻ തുടങ്ങി. മഴച്ചാറ്റിലൊക്കെ ഒന്ന് ഒതുങ്ങിയതും ഞാൻ അവിടെ ബെഞ്ചിലിരിക്കുകയായിരുന്നു. നമ്മുടെ ആളത് അടുത്ത സർപ്രൈസായിട്ട് വരുന്നു. ബർത്ത്ഡേ കേക്ക്. സർപ്രൈസോട് സർപ്രൈസ് ആണല്ലോ. ഞങ്ങൾ രണ്ടുപേരും മാത്രം ഇരുന്നിട്ട് ഭയങ്കര പീസ്ഫുള്ളായിട്ട് കേക്കൊക്കെ കട്ട് ചെയ്തിട്ട് കുറച്ച് നേരം ക്യാമ്പ് സൈഡ് പോയി ഇരിക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു അരമണിക്കൂർ അടച്ച് നിന്നു. എന്നിട്ട് ഡിന്നറിന് ബട്ടർ ചിക്കനും ചപ്പാത്തിയും കഴിച്ചിട്ട് വയറൊക്കെ ഫുള്ളാക്കിയിട്ട് അന്നത്തെ ദിവസം അങ്ങനെ തീർത്തു. നെക്സ്റ്റ് ഡേ മോർണിംഗിലെ ക്ലൈമറ്റ്, ഓഹോ, ഇന്നലെ കണ്ട ആ സ്ഥലമേ അല്ല, എന്തൊരു മാറ്റമാണ് മാറിയിട്ടുള്ളത്. അപ്പം തന്നെ ഓടിച്ചെന്ന് റെഡിയായിട്ട് ആ ലൈറ്റ് പോണതിന് മുമ്പ് തന്നെ കുറച്ച് ഫോട്ടോസ് പിടിക്കാമെന്ന് വെച്ചു. അവൾക്ക് കുറേ നല്ല അടിപൊളി ഫോട്ടോസ് കിട്ടി. പക്ഷേ എൻ്റെ ഫോട്ടോസ് ഒന്നും തന്നെ ശരിയായില്ല. അല്ലെങ്കിലും അത് അങ്ങനെ തന്നെയാണല്ലോ, ഒരു ഫോട്ടോഗ്രാഫർക്ക് എപ്പോഴും ഒട്ട ഫോട്ടോസ് ആയിരിക്കും കിട്ടുക. അപ്പം അതാണ് എൻ്റെ ബർത്ത്ഡേ വ്ളോഗ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പം ശരി, എന്നാൽ ഇതുപോലെയുള്ള വേറെ വീഡിയോ ആയിട്ട് അടുത്ത വട്ടം കാണാം. ബൈ. അപ്പം ഞാൻ ഫുഡ് കഴിക്കട്ടെ ഏട്ടാ.